വാച്ച് വാങ്ങിച്ച് അങ്ങനെ 25 കോടി വരെ സമ്മാനം നേടാമെന്ന് ഇപ്പോൾ ഒരുപാട് പരസ്യങ്ങളിലും നമ്മുടെ യൂട്യൂബിലും ഒക്കെ ഇങ്ങനെ വീഡിയോസ് പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ബോച്ച് ടീ എങ്ങനെ മേടിക്കാം? ആദ്യം തന്നെ ഈ 40 രൂപ വരെ ബോച്ച് ടീ മേടിച്ചു കഴിഞ്ഞാൽ 100 രൂപ തൊട്ട് 10 ലക്ഷം വരെ ഡെയിലി നറുക്കെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ 10 ലക്ഷം വിന്നർ ആവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ നേരിട്ട് ബോച്ച് ഫോൺ വിളിക്കുന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ബോച്ച് ടീ എങ്ങനെ അവരുടെ സൈറ്റിൽ നിന്ന് മേടിക്കാം, അപ്പൊ അതിന്റെ കറക്റ്റ് പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇത് ഗൂഗിൾ ക്രോമിൽ പോയിട്ട് bochetea.com അടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണാം ബോച്ച് ടീ എന്നുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ അതിൽ തന്നെ ഉണ്ടാവും എങ്ങനെയാണ് ഇത് പർച്ചേസ് ചെയ്യേണ്ടതെന്നുള്ളത്. എന്നാലും ഒന്ന് കാണിച്ചു തരാം. രജിസ്ട്രേഷൻ ചെയ്യുക. രജിസ്റ്റർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അതിൽ ആധാർ കാർഡ്, നമ്മുടെ പേര്, പാസ്വേഡും കാര്യങ്ങളെല്ലാം കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മുടെ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. അതൊന്ന് സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അതിൽ രജിസ്റ്ററായി, നമ്മുടെ പേരും കാര്യങ്ങളൊക്കെ അതിൽ രജിസ്റ്ററായി കഴിഞ്ഞു. പിന്നെ മുകളിൽ കാണുന്ന 3 ആരോമ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സ്റ്റോർസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള സ്റ്റോറുകൾ, നമ്മുടെ ജില്ലയിലെ ഏറ്റവും അടുത്തുള്ള സ്റ്റോറുകൾ എവിടെയൊക്കെയാണെന്നുള്ളത് കാണാം. ഇവർക്ക് കേരളത്തിലും തമിഴ്നാടൊക്കെ ഷോപ്പുകളുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്താൽ മതി. അങ്ങനെ നോക്കാം. അതിനുശേഷം പിന്നെയും ബാക്കിലോട്ട് പോയിട്ട് ആഡ് ക്യാഷ് ഉള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മൈ ബാലൻസ് എന്നുള്ള ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ ഇപ്പോൾ ഞാൻ 50 രൂപ ഇടണുള്ളൂ. അത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ നെയിമും അഡ്രസ്സും കാര്യങ്ങളും ഏതാണോ സിറ്റി അതൊക്കെ അടിച്ചു കൊടുത്തിട്ട് ഏതാണോ നമ്മൾ പേയ്മെൻറ്റ് പ്രൊസീജിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടി കൊടുത്തവിടെ പേയ്മെൻറ്റ് ചെയ്യുക. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും. ആ നമ്പർ ഉപയോഗിച്ച് വേണം നമ്മൾ ആ പ്രോഡക്റ്റ് മേടിക്കാൻ. നമ്മുടെ പരിസരത്തുള്ള സ്റ്റോർ, നമ്മുടെ ജില്ലയിൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്റ്റോർ ഏതാന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഈ നമ്പർ എപ്പോഴും നമ്മൾ സൂക്ഷിക്കുക. ഈ നമ്പറും കൊണ്ട് നമ്മൾ ആ സ്റ്റോറിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് ഈ നമ്പർ കാണിച്ചു കൊടുത്തതിന് ശേഷം ഈ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവരവിടെ മാനുവലായിട്ട് ടൈപ്പ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. ഇപ്പൊ നിങ്ങൾ 5 ചായല വേറെ ദിവസങ്ങളായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മെസ്സേജ് വന്നിട്ടുണ്ടാവും. ഓരോ മെസ്സേജിലും ഓരോ നമ്പർ ഉണ്ടാവും. അങ്ങനെ ഓരോ നമ്പർ പറഞ്ഞു കൊടുക്കുന്ന വിധം 5 OTP നമ്മുടെ ഫോണിലേക്ക് വരും. അങ്ങനെ 5 OTP നമ്മൾ പറഞ്ഞു കൊടുത്താലാണ് അവര് 5 ചായല നമുക്ക് തരുള്ളൂ. ഇതിപ്പോ നിങ്ങൾ ഒരെണ്ണം മേടിച്ചാൽ 1 OTP വരും, 2 മേടിച്ചാൽ 2 OTP വരും. അങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ പോവുക. അങ്ങനെ ആ OTP പറഞ്ഞു കൊടുത്താലാണ് നമുക്ക് ആ പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് കിട്ടുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ബോച്ച് ടീ കടയിൽ നിന്ന് മേടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആ പ്രോഡക്റ്റ് മേടിച്ചതിന് ശേഷം നമ്മൾ അതിൽ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിലേക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. പിന്നെ അതിന്റെ ക്യാഷും കാര്യങ്ങളും എങ്ങനെയാണ് വിഡ്രോ ചെയ്യേണ്ടതെന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ എമൗണ്ട് നമുക്ക് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 3 വരയിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടിക്കറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. അപ്പോൾ നമ്മൾ 100 രൂപ വിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വിൻ ചെയ്തത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഫുൾ ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ പൈസ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ബോച്ച് ടീ എങ്ങനെ മേടിക്കാം, അവരുടെ വെബ്സൈറ്റ് ത്രൂ എങ്ങനെ മേടിക്കാം എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി. നമ്മൾ വിന്നർ ആവുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് എങ്ങനെ വിഡ്രോ ചെയ്യാന്നുള്ളതും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.